കുറച്ച് ദിവസമായിട്ട് സ്കൂളിലും കോളേജിലും പിള്ളേർ മാത്രം ട്രിപ്പ് കൊണ്ടുപോകണം. നമ്മളിന്ന് കുറച്ച് നാട്ടിലെ ക്ലബിലെ ചെക്കന്മാരെയും കൊണ്ട് ട്രിപ്പ് പോവാണ്. സാധാരണ എല്ലാ പാക്കേജർമാരും കൊണ്ടുപോകാൻ മടിക്കുന്ന ഒരു ട്രിപ്പാണ് ക്ലബ്ബ് ട്രിപ്പ്. പക്ഷെ നമ്മളിന്ന് നമ്മളെ പാക്കേജിൽ നമ്മളെ ചെറുകോടിലെ ക്ലബിലെ എല്ലാ മെമ്പർമാരെയും കൂട്ടിക്കാണ്ട് നമ്മളിന്ന് നേരെ രാമക്കൽമേടുക്കാണ് നമ്മൾ പോണത്. അങ്ങനെ ഇന്ന് നമ്മളെ കൂടെ വരുന്ന നമ്മൾ ഡോർജിന്റെ വണ്ടിയാണ്. രാത്രി 9 മണിയായപ്പോ തന്നെ നമ്മൾ കിടിലെ എൻട്രി ഒക്കെ കൊടുത്തുകാണ്ട് അവിടുത്തെ ട്രിപ്പ് എടുത്ത് നമ്മൾ നേരെ പോവാണ്. അങ്ങനെ നമ്മളെ പാക്കേജർ ഡ്യൂട്ടിക്ക് നമ്മൾ അൺഷിഫ് ഉണ്ട്. നേരെ വെളുത്തപ്പാക്കി നമ്മൾ നേരെ കാൽവരി മൗണ്ടിന്റെ അടുത്തുള്ള പ്രോപ്പർട്ടിയിലാണ് ഫ്രഷപ്പിന് വന്നത്. ഈ സ്കൂൾ ഫോട്ടോ എടുക്കുന്ന ടീമാണ് നമ്മളെ കൂടെ ട്രിപ്പിന് വന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് തന്നെ ഫ്രഷപ്പ് ചായയോടൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളിഞ്ഞ് വണ്ടി എടുത്താണ്ട് നേരെ രാമക്കൽമേടുക്ക് പോവാണ്. രാമക്കൽമേട് എത്തിയപ്പോ തന്നെ നമ്മൾ എക്സ്പ്ലോറിന്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഓലാണെങ്കിൽ ഇന്നലെ ട്രിപ്പ് കൊണ്ട് വന്ന് വണ്ടി തന്നെ സൈഡാക്കിയതാണ്. അങ്ങനെ നമ്മൾ നേരെ മനോട്ടന്റെ അടുത്ത് എത്തിക്കാണ്ട് നമ്മളെ ചെക്കന്മാരൊക്കെ കൂട്ടിക്കാണ്ട് നമ്മളിഞ്ഞ് നേരെ നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. ജീപ്പൊക്കെ എടുത്താണ്ട് നമ്മൾ നേരെ പോയത് നമ്മൾ ആമപ്പാറയ്ക്കാണ്. ആമപ്പാറൊക്കെ കണ്ടുകാണ്ട് ജീപ്പൊക്കെ എടുത്ത് പിന്നെ നേരെ മുന്നിക്ക് പോയേക്കുമ്പോ നമ്മളെ മുന്നിൽ കിടക്കണം നല്ലൊരു ഉടുമ്പ്. ഉടുമ്പിനൊക്കെ കണ്ടുകാണ്ട് നമ്മള് പിന്നെ തിരിച്ച് നേരെ മനോട്ടന്റെ അടുത്തേക്ക് എത്തി. അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചിക്കാണ്ട് പിന്നെ നമ്മളെ രാമക്കൽമേട് കാണാനുള്ള ബാക്കി സ്ഥലം കൂടിയൊക്കെ കവർ ചെയ്ത് കണ്ട് പിന്നെ വൈകുന്നേരമായപ്പോ നമ്മളെ ചെറുക്കന്മാരൊക്കെ കൂട്ടിക്കാണ്ട് നമ്മളെ നല്ല വോക്കിൽ പരിപാടിയാണ് തുടങ്ങി. പിന്നെ നമ്മൾ പറയണ്ടല്ലോ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾ ഡോർജിന്റെ പുതുപുത്തൻ വണ്ടിയാണ്. ഇപ്പൊ അടുത്ത് പുതിയത് ഇറങ്ങിയതാണ്. 8ാമത്തെ ട്രിപ്പാണ് നമ്മളെ ട്രിപ്പ് കൊണ്ട് വന്നത്. നമ്മളെ ലെനോറ കൺസെർട്ടിന്റെ ഫുൾ ലോഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടിയിൽ LED വാള് വരെ വരുന്നുണ്ട് നെയിം ബോർഡിൽ. അങ്ങനെ അവിടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ബ്രൂണോന്റെ പുതുപുത്തൻ വണ്ടി വരുന്നത്. വണ്ടിയിൽ നിന്നില്ല വേറെ ആരുമല്ല നമ്മളെ അജ്മലാണ്. ഓണാണെങ്കിൽ വോക്കിലിട്ടാണ്ട് അങ്ങനെ ഒരു പോക്കാണ് പോയി. പിന്നെ വൈകുന്നേരം നമ്മൾ DJ കഴിഞ്ഞാണ്ട് ഫുഡ് കഴിച്ച സമയത്താണ് നമ്മൾ മോസ്കോന്റെ ടീമിനെ കിട്ടിയത്. അങ്ങനെ അവരോടൊക്കെ കുറച്ചേരം വർത്താനം പറഞ്ഞാണ്ട് നമ്മൾ പിന്നെ നമ്മളവിടെ നേരെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോവാണ്. ഏതായാലും ഇതേപോലത്തെ കിടില ട്രിപ്പ് ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളോട് കോൺടാക്ട് ചെയ്താണ് നമ്മളെപ്പാട് കൂടിക്കോളി.